നമ്മളൊക്കെ വീട് വിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പല ഹോട്ടലിൽ നിന്നായിരിക്കും. നമ്മൾ വിചാരിക്കും വലിയ ഹോട്ടലിൽ കയറിയാൽ അവിടെയൊക്കെ നല്ല ഫ്രഷ് ഭക്ഷണങ്ങളായിരിക്കും തരിക എന്ന് പറയും വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നമുക്ക് ഈ വീട് വിട്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലോ ഒരു തട്ടുകടയോ ഇന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഈ ഭക്ഷണം കഴിക്കുന്ന അവിടെ നിന്ന് കിട്ടുന്ന രോഗങ്ങളാണ് നമുക്ക് മുഖ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറി കൂടുന്നത്. അല്ലാണ്ട് വീട്ടിലെ ഭക്ഷണമല്ല. നമ്മൾ എത്ര വലിയ ഹോട്ടലിൽ കയറി കഴിച്ചാലും എത്ര ചെറിയ ഹോട്ടലിൽ കയറി കഴിച്ചാലും അതുകൂടെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഹോട്ടലിൽ കയറി കഴിക്കുമ്പോഴാണ് അവരാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് കേരളത്തിൽ മലയാളികളായിട്ട് ആരും ഹോട്ടലിൽ ജോലി ചെയ്യുന്നില്ല. പൊറോട്ട അടിക്കാനും ഭക്ഷണം വയ്ക്കാനും സപ്ലൈ ചെയ്യാനും എല്ലാത്തിനും ബംഗാളികളാണ്. ഈ ബംഗാളികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുളിക്കൂല, നനയ്ക്കൂല, ഒന്നും ചെയ്യില്ല. അവർ കാലത്തേറ്റ് വന്ന് ഭക്ഷണം പാകം ചെയ്യും. രാത്രി വരെ പണിയെടുത്തിട്ട് അവരെന്താണ് ആ വേർപ്പും വെച്ച് അവിടെ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് അവർ തെരുവ് വേശികൾ അന്വേഷിച്ച് പോകും. അത് കഴിഞ്ഞ് തെരുവ് വേശികൾക്ക് ആ കാശ് കൊണ്ടു കൊടുത്ത് ആ ഒരു പരിപാടിയും കഴിഞ്ഞ് അവർ വീണ്ടും ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി നേരം വെളുത്ത് വീണ്ടും 5 മണിക്ക് ആയിട്ടിട്ട് അവർ പണി തുടങ്ങി. അപ്പോൾ എത്ര വൃത്തിയില്ലാത്തതാണ് ഈ ബംഗാളികൾ വന്ന് ഈ ഹോട്ടലിൽ ജോലി എടുക്കുന്നവർ. നോക്ക്, അവർ നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ ഒരു ബംഗാളികൾ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിൽ പോലും നിങ്ങൾ കയറി ഒരു ഭക്ഷണം കഴിക്കരുത്. അത്രയും വൃത്തിയിലാണ് അവർ ഈ ഭക്ഷണം തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ വലിയ വലിയ ഹോട്ടലിൽ കയറി പോലെ ഫ്രൈഡ് റൈസ് കഴിക്കുമോ ചിക്കൻ കഴിക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടുത്തെ ഫ്രിഡ്ജൊക്കെ നിങ്ങൾ ചെന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു ഫ്രൈഡ് റൈസ് എത്ര ദിവസം അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി തരുന്നറിയാം. ചിക്കൻ തൊലി പൊളിച്ച് വേവിച്ച് വെച്ച് നോക്കുക, ആവശ്യത്തിനനുസരിച്ച് നുറുക്കിയിട്ട് തരും. ബീഫ്, അപ്പോൾ ഈ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഫാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർക്ക് സാധ്യതയുള്ള ഒരു സാധനമാണ് ബീഫ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കാശ് കൊടുത്ത് 100, 150, 200 കൊടുത്തിട്ടൊക്കെ ഒരു ബീഫ് കറി മേടിക്കുന്നതും ബീഫ് റോസ്റ്റ് മേടിക്കുന്നതും അതിലിപ്പോൾ എല്ലാം നല്ല കഷ്ണങ്ങളായിരിക്കില്ല. അതിൽ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കടിച്ചാൽ വലിയ മുറിവൊന്നും ഉണ്ടാവില്ല, മുറിക്കാൻ വെന്തിട്ടും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്ത് ബീഫ് മേടിച്ചിട്ട് അതിൽ നിന്നൊരു കഷ്ണം കഴിക്കാണ്ട് കളയോ അതെങ്ങനെയാ വെച്ചാൽ നമുക്ക് വിഷമമാണ്. നമ്മൾ വായിലിട്ടും പോയി അതങ്ങനെ കടിച്ച് ചവച്ച് 32 കൊല്ലിന് 62 പ്രാവശ്യം കടിച്ചാൽ അത് ഒന്നും അരഞ്ഞ് കിട്ടണ്ടേ. അപ്പം നമ്മൾ എന്നിട്ടാവും അതങ്ങോട്ട് വിഴുങ്ങും. അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ വയറ്റിലോ എത്തില്ല. അത് പോണ വഴിയിൽ നമ്മുടെ ഏതെങ്കിലും കുടലിൽ കെട്ടിപ്പിടിച്ചിരിക്കും. ആ സാധനം അവിടെ ഇരുന്നിട്ട് അത് ഇരുന്ന് പുണ്ണായി ലാസ്റ്റ് എന്തുണ്ടായി അത് ക്യാൻസറായിട്ട് മാറും. നമ്മുടെ വയറ്റിലെ ക്യാൻസറാ കുടലിലെ ക്യാൻസറൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുകയായാലും ബീഫ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ശരീരത്തിന് ഒട്ടും മാച്ചല്ലാത്തൊരു സംഭവം. അത് ഒരു കാരണവശാലും വീട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബീഫ് കഴിക്കരുത്. നിങ്ങൾക്ക് ബീഫ് കഴിക്കണമെങ്കിൽ നിങ്ങൾ നല്ല കഷ്ണം നോക്കിയിട്ട് ചവയില്ലാത്ത കഷ്ണം നോക്കി മുറിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക. അത് നിങ്ങൾക്ക് ഉത്തമമാണ്. നിങ്ങളൊരു കാരണവശാലും പുറത്ത് പോയിട്ട് ബീഫോ കോഴിയോ കഴിക്കരുത്. ഇപ്പോൾ നമ്മൾ ഈ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അനുഭവമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയണത്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1-2 കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ മേടിച്ച് കഴിക്കാണ്ടിരിക്കുക, കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ പാക്കറ്റിൽ വരുന്ന ഒരു ഭക്ഷണം മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക, നമ്മൾ കഴിക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ കുട്ടികൾക്ക് ഈ ചിക്കൻ്റെ പല വിഭവങ്ങളുണ്ട്. ഇപ്പോൾ KFC എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനമാണ് എല്ലാവർക്കും വേണ്ടോ. അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതൊക്കെ യൂട്യൂബ് നോക്കി നമുക്ക് എല്ലാ സാധനം പുറത്ത് കിട്ടുന്ന എല്ലാ സാധനവും വീട്ടിൽ ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു കാരണവശാലും പുറത്ത് പോയിട്ടോ മാളിയെ പോയിട്ടോ ഇത്തരം ആഹാരങ്ങൾ മേടിച്ച് കഴിച്ചാൽ, നമ്മളൊക്കെ ഇപ്പോൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത് ഭാഗ്യം. ഈ വക സാധനങ്ങളൊക്കെ ഇപ്പോഴല്ലേ വന്നത്. ഇപ്പം അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ പണ്ടുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്നെ മണ്ണിൻ്റെ അടിയിൽ പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഭാവി തലമുറയെ രക്ഷിക്കാൻ നമുക്ക് അച്ഛനമ്മമാർ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാട് എന്നൊക്കെ ആർക്കും പറ്റില്ല. പിന്നെ നമുക്ക് വീണ്ടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആദ്യമൊക്കെ ആശ്രയിച്ചിരുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം അവിടെ കയറി ഭക്ഷണം കഴിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണമാണ്, നല്ല
രുചിയുള്ള എല്ലാം കിട്ടില്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അന്ന് കഴിച്ചു തുടങ്ങും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയാലും ഇതേ സ്ഥിതി തന്നെയാണ്. ഒരു വൃത്തിയും വെടുപ്പും അവിടെ ഇല്ല. അതേപോലെ തന്നെ ഒരു GST ഒക്കെ ഒരു ഭക്ഷണത്തിന് കൊടുത്തിട്ട് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് അതൊക്കെ. ഗവൺമെൻറ്റൊക്കെ ഭക്ഷണത്തിനെങ്കിലും ഈ GST ഒക്കെ ഒഴിവാക്കുക. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ആളെ ഇന്ന് ഈ GST ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹോട്ടലുകാർ അതിനേക്കാളും വലിയ തട്ടിപ്പാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് GST മേടിക്കും, അവർക്ക് GST ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അത് അവരെ പോക്കറ്റിൽ വീഴും. പിന്നെ ഒരു വിഭാഗമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസൊക്കെ ഒന്ന് AC ഒന്നല്ല, ACയും അതിനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലത്ത് GST മേടിക്കാം എന്നുണ്ട്. ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ എവിടെ എന്ത് സൗകര്യമുള്ളത്? നാറിയിട്ടായിട്ട് കടക്കാൻ പറ്റില്ല, അവിടെ നമുക്ക് GST കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിഷ്കരിക്കുക, ജനങ്ങളാണ് ഇതൊക്കെ മുൻകിട്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ചായ കുടിക്കാൻ പോലും ഇങ്ങനെ GST ഉള്ള സ്ഥലത്ത് പോയിട്ട് ആ കാശും കൊടുത്ത് നമ്മൾ പോരേണ്ട കാര്യമില്ല. GST മേടിക്കുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് ഗവൺമെൻറ് കയ്യിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു പിടിപാടുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം, സമയമുണ്ടല്ലോ.